കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അതായത് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ ഫിക്സഡ് ഡയറക്ഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗർ ഉണ്ടല്ലോ, എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്പീഡ് ടൈം ഗ്രാഫാണ്. സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് എലോങ് എ ഫിക്സഡ് ഡയറക്ഷൻ. ഒരു ഫിക്സഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ 0 to 10 സെക്കൻഡ്. 0 തൊട്ട് 10 സെക്കൻഡ് വരെ എന്തുമാത്രം ഡിസ്റ്റൻസ് ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബി പാർട്ട് ഏതാണ്? ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ബിറ്റ്വീൻ ദിസ് ഇൻ്റർവൽ. ആ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ആവറേജ് സ്പീഡും കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? അപ്പം ഗ്രാഫ് ഇതാണ്, സ്പീഡ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫാണ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്പീഡ് ടൈം ആണെങ്കിലും വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലും അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അവിടുത്തെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? സ്പീഡ് ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി ഇല്ലേ? ടൈം ഇൻ്റർവൽ ഏതാണ്? 0 തൊട്ട് 10 സെക്കൻഡ് സമയം. അത്രയും സെക്കൻഡ് സമയത്തിനുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ, അതായത് ഈ ഒരു പോർഷനിലെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ 0 to 10 സെക്കൻഡ്. 0 തൊട്ട് 10 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ അല്ലേ? ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഏരിയ ഓഫ് ദി സ്പീഡ് ടൈം ഗ്രാഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇതൊരു ട്രയാങ്കിൾ അല്ല. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നമുക്കറിയാം ഹാഫ് ഇൻറ്റു ഇത്രത്തിൻ്റെ ഏരിയ, ഇത്രയും പോർഷനെ ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഹാഫ് ബി എച്ച് തന്നെയാണ്. ബേസ് എന്ന് വെച്ചാൽ ഇതായിട്ട് എടുക്കുക, ഹൈറ്റ് ഇതുമായിട്ട് എടുത്തത്. അപ്പം ബേസ് എത്രയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയല്ല. അപ്പം സമയം അല്ലേ എത്ര വരും? 10 അല്ലേ? 10 ആണ്. അതുപോലെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും. അപ്പം ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 12 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യാം, 5 വരും. അപ്പോൾ അത്ര വരും? 5 × 12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മീറ്റർ. 60 മീറ്ററാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 തൊട്ട് 10 സെക്കൻഡ് വരെ എന്തുമാത്രം ഡിസ്റ്റൻസ് ആയി ട്രാവൽ ചെയ്തിട്ടുണ്ട്? അതായത് ഇത് ട്രാവൽ ചെയ്ത മൊത്തം ഡിസ്റ്റൻസ് ആണ് 60 മീറ്റർ. ക്ലിയർ ആയല്ലോ? ദെൻ അതിൻ്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ബിറ്റ്വീൻ ദിസ് ടൈം ഇൻ്റർവൽ. ഈ ടൈം ഇൻ്റർവൽ അതായത് 0 തൊട്ട് 10 സെക്കൻഡ് വരെയുള്ള ആ ടൈം ഇൻ്റർവലിലെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചാണല്ലോ. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പം എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ഇവിടെ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇല്ലേ? ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കണ്ടു? എത്രയാണ്? 60 എന്ന് കണ്ടു. സമയം എത്രയാണ്? ആ ടൈമിൻ്റെ സമയം 10 ആണല്ലോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇല്ലേ? സ്പീഡാണ്, ആവറേജ് സ്പീഡാണ്. അപ്പം 6 മീറ്റർ പെർ സെക്കൻഡ്. 6 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അത് ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്നത്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6 മീറ്റർ പെർ second. Then next question നോക്കാം. That is the diagram shows the displacement time graph for a particle moving in a straight line. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഫോർ ദ ഇൻ്റർവെൽ t is equal to 0 to t is equal to 5 സെക്കൻഡ്. ടൈം 0 തൊട്ട് 5 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിയും അതുപോലെ തന്നെ ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ സമയം 0 തൊട്ട് 5 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. ഇത് ഏത് ഗ്രാഫാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ ആവറേജ് വെലോസിറ്റി നോക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണല്ലോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് അല്ലേ? അപ്പോൾ നോക്കുക,
ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നോക്കുക ഇത്രയും 20 ആണ്. അതായത് ഈ ഒരു ഇത് നമ്മൾ O എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ OABC ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുക. ഈ O തൊട്ട് A വരെ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അതിന് നമുക്ക് 20 എന്ന് എടുക്കാം. 20 ക്ലിയർ ആയല്ലോ. ദെൻ അടുത്തത് A തൊട്ട് B വരെ നോക്കുക. ഇവിടം വരെ അത് മൂവ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഡയറക്ഷനും ശ്രദ്ധിക്കണം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തു, ദെൻ ഇവിടം തൊട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് 20 to 0 വരെ. അപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, -20 എന്ന് എഴുതാം അല്ലേ, -20 എന്ന് എഴുതാമല്ലോ. ക്ലിയർ ആയല്ലോ പറയുന്നത്. തന്നെ അടുത്തത് നോക്കുക. അടുത്ത എങ്ങനെയാണ് B തൊട്ട് C വരെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തല്ലോ. അതെന്തോരാണ്, B തൊട്ട് C വരെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 10 അല്ലേ, 10 മീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ കൊടുക്കാം, -10 എന്ന് കൊടുക്കാം. ക്ലിയർ ആയല്ലോ. മൈനസ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ അവിടെ എന്താണ് സൈൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്, 0 തൊട്ട് 5 സെക്കൻഡ്. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് 4, ഈ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 5 ആണ് കേട്ടോ. അപ്പോൾ ആ 5 സെക്കൻഡ് വരെയാണ് ടോട്ടൽ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സമയം 5 എന്ന് കൊടുക്കാം. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും, 20. ഇത് വരുമ്പോൾ -20 -10 ശരിയല്ലേ. ദാറ്റ് ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഇതെത്ര വരും, -30 ഡിവൈഡ് ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 -30 എന്ന് പറയുമ്പോൾ -10 ആണ്. -10 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി. ക്ലിയർ അല്ല. അപ്പോൾ അവിടുത്തെ ആവറേജ് വെലോസിറ്റി എത്രയാണ്, 0 തൊട്ട് 5 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റി എത്ര കിട്ടി, -2 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ആവറേജ് സ്പീഡ് ചോദിച്ചിട്ടുണ്ടല്ലോ. ആവറേജ് സ്പീഡ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം കണ്ടായിരുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അതാണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, അവിടെ ഡയറക്ഷൻ നോക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ്, 20 ആണ്. പ്ലസ് അടുത്തത് എത്രയാണ്, ഇവിടം വരെ വന്നപ്പോൾ 20 വന്നു. ദെൻ അടുത്ത എത്രയാണ്, ഇത്ര വന്നപ്പോൾ 10 വന്നു. ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ നോക്കേണ്ട കാര്യമില്ല. ഡിവൈഡ് ബൈ സമയം 5 സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വന്നു, ദാറ്റ് ഈസ് 20 20 10 40 പ്ലസ് 10 അപ്പം 50 വന്നു. 50 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആവറേജ് സ്പീഡ് എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. അപ്പം ഇതെല്ലാം ഗ്രാഫിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കണം ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ആകുമ്പോൾ ആ ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ നമ്മൾ കണ്ടു ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനാണ്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ വാല്യൂ അറിയാലോ, നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ദെൻ ഇങ്ങോട്ടും വരുമ്പം നെഗറ്റീവ് വാല്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടി -2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് ആണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, എല്ലാം ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് ദ റേറ്റ് ഓഫ് 10 meter per second square for 5 seconds. Then it moves with a uniform velocity of 50 meter per second for 2 seconds. Then it retards uniformly and comes to rest in 3 seconds. Draw velocity time graph of a body and find the total distance travelled by the body. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അവിടെ എന്താണ് യോജിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ്, ആ ബോഡി ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫ് കറക്റ്റായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആക്സലറേറ്റ്സ് യൂണിഫോംലി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് ദ റേറ്റ് ഓഫ് 10 meter per second ഫോർ 5 seconds. ഒരു ബോഡി അല്ലേ, ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, അത് എൻ്റെ ആക്സിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 10 meter per second square ആക്സിലേഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്നു 5 സെക്കൻഡ് സമയത്തേക്ക്. മനസ്സിലാകുന്നുള്ളൂ, ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 5 സെക്കൻഡ് സമയം അത് ട്രാവൽ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അതിൻ്റെ ആക്സിലേഷൻ പറഞ്ഞിട്ടുണ്ട് 10 meter per second square ആണ്. ക്ലിയർ ആയാലും അത്രയും കാര്യം. പിന്നെ എന്താണ് പറഞ്ഞിരുന്നത്,
Then it moves with uniform velocity of 50 meter per second for 2 seconds. 5 സെക്കൻഡ് വരെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷനിൽ മൂവ് ചെയ്തു. പിന്നെ അതെന്ത് ചെയ്തു? മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ്. 50 മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം വെലോസിറ്റിയിൽ അടുത്തൊരു 2 സെക്കൻഡ്, 5 സെക്കൻഡ് വരെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷനിൽ മൂവ് ചെയ്തു. അടുത്ത 2 സെക്കൻഡ് അതെങ്ങനെയാണ്? യൂണിഫോം വെലോസിറ്റി ഒരു 50 മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. ദെൻ ഇറ്റ് റിട്ടാർഡ്സ് യൂണിഫോംലി ആൻഡ് കംസ് ടു റെസ്റ്റ് ഇൻ 3 സെക്കൻഡ്. പിന്നെ എന്ത് സംഭവിച്ചു? അത് റിട്ടാർഡേഷൻ, അവിടെ റിട്ടാർഡേഷൻ നടന്നു, യൂണിഫോം റിട്ടാർഡേഷൻ നടന്നു. എന്നിട്ടത് 3 സെക്കൻഡ്, അടുത്ത 3 സെക്കൻഡിനുള്ളത് റെസ്റ്റിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ എന്താണ്? വൈ ആക്സിസ് ഉണ്ട്, വൈ ആക്സിസിൽ വെലോസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ എന്താണ്? ടൈം ആണല്ലോ. എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ വെലോസിറ്റി ആണ്. ഇനി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എന്താണ് പറയുന്നത്? ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് എ റേറ്റ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 5 സെക്കൻഡ്. 5 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആക്സിലേഷനിൽ ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. അപ്പം സമയം 5 സെക്കൻഡ് അല്ലേ? അപ്പം സമയം നമുക്ക് 1 2 3 തന്നെ കൊടുക്കാം. ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 8 9 10 ഇത്ര എഴുതുന്നുണ്ട് സമയം. അപ്പോൾ ഇനി വൈ ആക്സിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം വെലോസിറ്റി ഒരു 50 മീറ്റർ, വെലോസിറ്റി ഒരു 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വൈ ആക്സിസിൽ നമുക്ക് ഒരു 25-50 എന്നുള്ളൊരു റേഞ്ചിലെടുക്കാം കേട്ടോ. 25-50 75 ആ റേഞ്ചിൽ നമുക്ക് എടുക്കാം. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആക്സിലേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷനിൽ 5 സെക്കൻഡ്, ഈ 5 സെക്കൻഡ് സമയം വരെ 10 മീറ്റർ പെർ സെക്കൻഡ് ആക്സിലേഷനിൽ മൂവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിലേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് വരണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കണം? ആക്സിലേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കണം? നമുക്കറിയാം ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. ദെൻ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം ആക്സിലേഷൻ ഇൻറ്റു ടൈം വെച്ചിട്ടില്ലേ. അപ്പോൾ ആക്സിലേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അവിടെ 10 ആണ് തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 5 എന്ന് പറയുമ്പോൾ 50 ഇല്ലേ? അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 50 മീറ്റർ അല്ലേ? 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു 5 സെക്കൻഡ് വരെ അല്ലേ? അപ്പോൾ നമുക്ക് ആക്സിലേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇതാണ് 5 സെക്കൻഡ്. അപ്പം വെലോസിറ്റി എത്രയാണ്? 50 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഈ രീതിയിൽ അപ്പോൾ നമുക്ക് ഗ്രാഫ് ആക്സിലേറ്റ് ചെയ്യുന്നു ഈ രീതിയിൽ വരയ്ക്കാം. ഗ്രാഫ് ഇങ്ങനെ വരും. ആക്സിലേഷനാണല്ലോ, ആക്സിലേറ്റ് ചെയ്യുന്നു 0 തൊട്ട് 5 സെക്കൻഡ് വരെ. ഇവിടുത്തെ ആക്സിലേഷൻ 10 അല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷൻ മൂവ് ചെയ്യുന്നു. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദെൻ ഇറ്റ് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 2 സെക്കൻഡ്. അടുത്ത 2 സെക്കൻഡ്, അതായത് അടുത്ത 2 സെക്കൻഡിൽ യൂണിഫോം വെലോസിറ്റി 50. ഇപ്പം ഈ 50 വെലോസിറ്റിയിൽ തന്നെ അടുത്ത 2 സെക്കൻഡ്, മനസ്സിലാവുന്നല്ലോ? അടുത്ത 2 സെക്കൻഡ് ഈ 50 യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? പിന്നെ എന്താണ് പറയുന്നത്? ദെൻ റിട്ടാർഡ്സ് യൂണിഫോംലി ആൻഡ് കംസ് ടു റെസ്റ്റ് ഇൻ 3 സെക്കൻഡ്. അടുത്ത 3 സെക്കൻഡ് റിട്ടാർഡേഷനാണ്, യൂണിഫോം റിട്ടാർഡേഷനാണ് ഉണ്ടാകുന്നത്. യൂണിഫോം റിട്ടാർഡേഷൻ സംഭവിക്കുന്ന അടുത്ത 3 സെക്കൻഡ്, അതായത് 7 തൊട്ട് 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 10 സെക്കൻഡ് വരില്ലേ? അത് യൂണിഫോം റിട്ടാർഡേഷനാണ്. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നെഗറ്റീവ് ആക്സിലേഷനാണ്. അപ്പം യൂണിഫോം ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ വരും ഗ്രാഫ്? ഈ രീതിയിൽ വരും. അടുത്ത 3ാമത്തെ സെക്കൻഡ് വന്നു കഴിയുമ്പോൾ 3ാമത്തെ സെക്കൻഡ് അത് കംസ് ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0-ൽ വന്നു, വെലോസിറ്റി 0-ൽ വന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതിനാണ് ഒരു ബോഡി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം ആക്സിലേഷൻ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു 5 സെക്കൻഡ് വരെ. അതിനുശേഷം എന്താണ്? 50 ഇവിടുത്തെ നോക്കി, ഇവിടുത്തെ വെലോസിറ്റി എത്ര? 50. 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ യൂണിഫോം ആയിട്ട് അടുത്ത 2 സെക്കൻഡിൽ, ഇതാണല്ലോ അടുത്ത 2 സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. പിന്നെന്താണ്? അടുത്ത 3 സെക്കൻഡിൽ അത് യൂണിഫോം ആയിട്ട് റിട്ടാർഡേഷൻ സംഭവിച്ചു. അടുത്ത 3 സെക്കൻഡ് കഴിയുമ്പോൾ അത് റെസ്റ്റിലേക്ക് വന്നു. യൂണിഫോം റിട്ടാർഡേഷൻ സംഭവിച്ചിട്ട് അടുത്ത 3 സെക്കൻഡ് കഴിയുമ്പോൾ അതെന്ത് സംഭവിക്കും? അത് കംസ് ടു റെസ്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദിസ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്നും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽ 0 തൊട്ട് 10 സെക്കൻഡ് വരെ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ 3 സെക്ഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. 1 2
3 സെക്ഷനായിട്ട് എടുക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ട അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പം ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പം ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ഷൻ നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ആണല്ലേ. അപ്പം ഹാഫ് ഇൻറ്റു BH ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ഇത്രയും വരും അല്ലേ, 5 വരെ. സമയം 5 ആണ്, ഹൈറ്റ് 50 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. 2ഉം 50 കൂടെ ക്യാൻസൽ ചെയ്യാം. 25 എന്ന് പറയും. 25 × 5 എന്ന് പറയുമ്പോൾ 125 അല്ലേ. അപ്പം 125 മീറ്ററാണ് ഇത്രയും അത് ട്രാവൽ ചെയ്തത്. ദെൻ അടുത്ത ഏരിയ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് സെക്കൻഡ് പോർഷൻ എന്താണ്, റെക്റ്റാങ്കിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് L × B വെച്ച് തന്നെ. അപ്പം ഇവിടെ തൊട്ട് അല്ലേ, ഇതാണ് ബേസ് എന്ന് വന്നിരിക്കുന്നത് 7 - 5 അല്ലേ. 7 - 5 ഇൻറ്റു ഇത് ഹൈറ്റ് എത്രയാണ്, 50 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 50 100 മീറ്റർ. മനസ്സിലായല്ലോ. അടുത്ത സെക്ഷൻ നോക്കുക. അതായത് ഏരിയ ഓഫ് തേർഡ് സെക്ഷനും ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാഫ് BH നോക്കാം. ഹാഫ് BH ഹാഫ് ഇൻറ്റു ഇത് സമയം ഇത്ര 10 - 7 അല്ലേ. 10 - 7 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 50 തന്നെ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 - 7 എന്ന് പറയുമ്പോൾ 3 വരും. 3 × 50 ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്തോളാം. 25 വരും. 25 × 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 75 മീറ്റർ. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ വെച്ചാൽ മതി, ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യണം, എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. അപ്പം 125 ഉണ്ട്. ഈ ഒരു സെക്ഷന് 125 ആണ്. ഇത് 100 ആണ്. ദെൻ അടുത്തത് 75 അല്ലേ. 75 ദാറ്റ് ഈസ് ഈക്വൽ ടു 125 + 100 + 75 എത്ര വരും, 300 അല്ലേ. 300 മീറ്റർ അത് ട്രാവൽ ചെയ്തു. മനസ്സിലായല്ലോ. അപ്പോൾ 300 മീറ്ററാണ് അത് ട്രാവൽ ചെയ്തത്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് വരയ്ക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അതിൽ നിന്ന് വേണം ഇത് കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. എങ്കിലുള്ള നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്നാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു പ്രോബ്ലം. ഇനി നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ എ ബോഡി ഹാവ് 0 വെലോസിറ്റി ആൻഡ് നോൺ 0 ആക്സിലറേഷൻ? ഒരു ബോഡിക്ക് 0 വെലോസിറ്റിയും അതുപോലെ തന്നെ നോൺ 0 ആക്സിലറേഷനും ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം വെലോസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോൺ 0 ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ, ഉണ്ടല്ലേ. എപ്പോഴാണ്, ഒരു വസ്തു വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് എറിയുമ്പോൾ എന്താണ്, അത് അതിൻ്റെ ഹൈറ്റ് വന്നു കഴിയുമ്പോൾ എത്രയാണ്, അതിൻ്റെ വെലോസിറ്റി 0 ആണ്. പക്ഷേ ആ ഹയസ്റ്റ് പോയിൻ്റ് അതിന് ആക്സിലറേഷൻ ഉണ്ടല്ലോ. ഏത് ആക്സിലറേഷനാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. എന്താണ്, എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ഹാസ് 0 വെലോസിറ്റി അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിൻറ്റ്, ബട്ട് അറ്റ് ദ ഹയസ്റ്റ് പോയിൻറ്റ് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ടോപ്പ്? സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതി ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഒരു ബോൾ മേളിലോട്ട് എറിയുവാണ്, നേരെ വെർട്ടിക്കലി മേളിലോട്ട് എറിയുന്നു. അപ്പം ആ ടോപ്പിൽ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു പാറ്റേൺ ചോദിച്ചിരിക്കുന്നത് മാത്രം. എന്താണ്, ദ ഹയസ്റ്റ് പോയിൻറ്റ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ ഈസ് 0 ആൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇതൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നത്. Then third question, can the direction of velocity of a body change when acceleration is constant? ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ഉണ്ടല്ലോ, വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്, യെസ് എന്നാണ്. എപ്പോഴാണ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്, ദാറ്റ് ഈസ്
When a body is thrown vertically upwards, the direction of velocity changes during its rise and fall, but acceleration is always downwards and remains constant. അല്ലേ, ആക്സിലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഒരു ബോഡി മുകളിലോട്ട് എറിയുമ്പോൾ എന്താണ് അതിൻ്റെ വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്വേർഡ് മോഷനിലാകുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങനെയാണ്, പോസിറ്റീവാണ്. ഡൗൺവേർഡ് ആകുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ നെഗറ്റീവാണ്, ശരിയല്ലേ? പക്ഷേ ആക്സിലേഷൻ എപ്പോഴും എങ്ങനെയാണ്, ആക്സിലേഷൻ ഈസ് എപ്പോഴും ഡൗൺവേർഡ്സ് ആണ്. അതെങ്ങനെയാണ്, ദറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് അല്ലേ, അല്ലെങ്കിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പല രീതിയിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക.